6 വയസ്സായ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി. അവൻ്റെ ജീവിതത്തിൽ ആദ്യമായി സ്കൂൾ പഠനം ആരംഭിച്ച് ക്രിസ്മസ് വെക്കേഷനിന് അവൻ വീട്ടിലിരിക്കുകയാണ്. ആ സമയത്ത് ക്രിസ്മസ് ഡേ കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ അവൻ്റെ വീട്ടിലെ അവൻ്റെ പിതാവിനും മാതാവിനുമിടയിൽ ചില സംസാരങ്ങൾ അവൻ കേൾക്കുകയാണ്. പിതാവ് പറയുന്നുണ്ട്, ന്യൂ ഇയർ വരുന്നുണ്ട്, നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമുക്കുണ്ടാക്കണം എന്നൊക്കെ മാതാവുമായി പിതാവ് സംസാരിക്കുന്നത് കുട്ടി ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ കുട്ടി വീട്ടിലിരിക്കുമ്പോൾ കുട്ടിയോട് പിതാവ് പറയുന്നുണ്ട്, മോനെ ന്യൂ ഇയർ വരികയാണ്. ഇതെന്താ സംഭവം എന്ന് മനസ്സിലാവാതെ ഏകദേശം 2 ദിവസം കഴിഞ്ഞ് പിതാവ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒരു കവർ നിറയെ പടക്കവും പൂത്തിരിയും ഇങ്ങനെ മറ്റൊരു കവർ നിറയെ അലങ്കാര വർണ്ണങ്ങളാലുള്ള പലതും കൊണ്ടുവന്നു. ഡിസംബർ 31 വീട് പിതാവ് ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും മാതാവിൻ്റെ കൂടെ ഈ മകനും ചേർന്ന് വീടൊക്കെ അലങ്കരിച്ചു. കുട്ടിയുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ് എന്താണിത് സംഭവിക്കാൻ പോകുന്നത്. വളരെ ആകാംക്ഷയോടെ ഇരിക്കുമ്പോൾ രാത്രിയായി. തൻ്റെ പിതാവിൻ്റെ കുറേ ഫ്രണ്ട്സ് അവൻ്റെ വീട്ടിലേക്ക് വന്നു. അവരെല്ലാവരും രാത്രി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് വീടിൻ്റെ ഉമ്മറത്ത് പായ വിരിച്ച് എല്ലാവരും ഇരിക്കുകയാണ്. പല കഥകളും പറഞ്ഞ് പല രസം പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പിതാവ് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, സമയം 11:45. ഇത് കേട്ടതും എല്ലാവരും എഴുന്നേറ്റ് അവർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ഒരു നിശബ്ദത. എല്ലാവരും നിശബ്ദരായി. അവിടെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തു. 10, 9, 8, 7 അങ്ങനെ 1, 0 എന്ന് പറയുമ്പോഴേക്കും പടക്കങ്ങളുടെയും പൂത്തിരികളുടെയും ഭയങ്കരമായ ശബ്ദവും എല്ലാവരും ആർത്തുല്ലസിച്ചുകൊണ്ട് ആടിപ്പാടി ഒരുപാട് സമയം കഴിഞ്ഞു. ഇതിനിടയ്ക്ക് എപ്പോഴോ ആ പിഞ്ചു ബാലൻ ഉറങ്ങിപ്പോയി. രാവിലെ എഴുന്നേറ്റു. എന്തെല്ലാം സംഭവിച്ചതുപോലെ അവൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. പുറത്ത് നോക്കുമ്പോൾ അവിടെ ഇവിടെയായി കിടക്കുന്ന കുറച്ച് അവശിഷ്ടങ്ങൾ മാത്രം. ആരെയും കാണുന്നില്ല. എല്ലാവരും പോയിട്ടുണ്ട്. അവന് അടുക്കളയിലേക്ക് ചെന്നു. മാതാവ് തിരക്ക് പിടിച്ച പണിയിലാണ്. അപ്പുറത്ത് ചെന്നു. പിതാവ് ഓഫീസിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. ഈ സമയത്ത് അവനൊരു ശബ്ദം കേൾക്കുന്നു, മാതാവിൻ്റെ ശബ്ദം, മോനെ പെട്ടെന്ന് റെഡിയാവ്, നിനക്ക് സ്കൂളിൽ പോകണ്ടേ. അന്ന് അവൻ റെഡിയായി സ്കൂളിലേക്ക് പോകുകയാണ്. സ്കൂളിലേക്ക് പോകുന്ന സമയം അവനിങ്ങനെ ആലോചിക്കുക, അവനിങ്ങനെ ചിന്തിക്കുകയാണ്, എന്താണ് ഇവിടെ സംഭവിച്ചത്. ഇന്നലെയിൽ നിന്ന് ഇന്നിന് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും കാണുന്നില്ല. ഇന്നലെ അവൻ സ്കൂളിൽ പോയി, അതുപോലെ ഇന്നും സ്കൂളിലേക്ക് പോകുന്നു. ഇന്നലെ തിരക്ക് പിടിച്ച് പിതാവ് ഓഫീസിലേക്ക് പോയി, ഇന്നും അതുതന്നെ സംഭവിക്കുന്നു. അവൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതീക്ഷിച്ച ആ ഒരു ദിവസത്തിന് പ്രത്യേകിച്ചൊരു മാറ്റവും അവന് കാണാൻ സാധിച്ചില്ല. ഇത് ആ ഒരു പിഞ്ചു ബാലൻ്റെ കഥ മാത്രമല്ല, എത്രയെത്ര വർഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയി. ഒരുപാട് വർഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട് വിത്തൗട്ട് എനി പ്ലാൻ.